തിരുവനന്തപുരത്ത് അമ്മയുടെ മാല മോഷ്ടിക്കാനുള്ള ശ്രമം തടഞ്ഞ യുവാവിന് കുത്തേറ്റു. മാതാവിന്റെ മാല പറിക്കാനെത്തിയത് തടഞ്ഞ സമയത്തായിരുന്നു ആക്രമണം. കൈതമുക്ക് പാൽക്കുളങ്ങരയിൽ വെച്ചാണ് പ്രദീപ് കുമാറിന് കുത്തേറ്റത്. മനീഷ് മഹിബാൽ തിരുവനന്തപുരത്ത് ചെയ്തു. മനീഷ്, എപ്പോഴാണ് സംഭവം? എവിടെ വെച്ചാണ് ഈ കവർച്ച? അതിനെ തുടർന്നുള്ള കത്തിക്കുത്ത് വിവരങ്ങൾ? സുഹൈൽ, ഇന്ന് വൈകിട്ടാണ് തിരുവനന്തപുരത്ത് നഗരത്തിലാണ് സംഭവം ഉണ്ടാകുന്നത്. ഈ ഡ്രൈവർ പ്രദീപ് കുമാറിന്റെ വീടിന്റെ വാതിലിൽ നിൽക്കുന്ന സമയത്താണ് പ്രദീപ് കുമാറിന്റെ അമ്മയുടെ മാല പറിക്കാൻ അയൽവാസി കൂടിയായിട്ടുള്ള ഒരാൾ ശ്രമിച്ചത്. അങ്ങനെ അമ്മയുടെ മാല പറിക്കാൻ ശ്രമിക്കുന്നത് ഇയാൾ തടഞ്ഞു, പ്രദീപ് കുമാർ തടഞ്ഞു. ആ സമയത്താണ് ഈ പ്രതി കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ച് പ്രദീപ് കുമാറിന്റെ അടിവയറ്റിലും രണ്ട് കൈയിലും അതിമാരകമായി കുത്തി പരിക്കേൽപ്പിച്ചു. ഇത് സംഭവം ഉണ്ടാകുന്നത് വൈകിട്ട് 6:30 ശേഷമാണ്. കൈതമുക്ക് പാൽക്കുളങ്ങരയിൽ വെച്ചാണ്, നഗരത്തിൽ വെച്ച് തന്നെയാണ് സംഭവം ഉണ്ടാകുന്നത്. ഇത് വഞ്ചിയൂർ പോലീസിന്റെ പരിധിയിലാണ്. അരമണിക്കൂറിനുള്ളിൽ തന്നെ പോലീസ് ഈ പ്രതിനെ പിടികൂടിയിട്ടുണ്ട്. എന്താണ് കാരണമെന്ന കാര്യത്തിൽ പോലീസ് വിശദീകരിക്കുന്നത്, ഇവർ തമ്മിൽ അയൽവാസികളാണ്, ഇവർ തമ്മിൽ ചില തർക്കങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കുടുംബം ആരോപിക്കുന്നത്, അതായത് ഈ പ്രതി ഈ മാല പറിക്കാൻ ശ്രമിച്ചു എന്നാണ് കുത്തേറ്റ പ്രദീപിന്റെ അമ്മയുടെ അടക്കമുള്ള പരാതി. പക്ഷെ ഇത്തരം കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നേ ഉള്ളൂ. CCTV അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു. മറ്റു സാക്ഷി മൊഴികൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച ശേഷം എന്താണ് ഈ ആക്രമണ കാരണമെന്ന് മനസ്സിലാകുകയുള്ളൂ. പക്ഷേ ഈ കുത്തിയ പ്രതിയെ സംബന്ധിച്ചുള്ള പേര് വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടില്ല. പക്ഷേ ഇയാൾ നേരത്തെ പല ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. ഇയാളുമായി ഈ പ്രദീപ് കുമാറിന്റെ കുടുംബത്തിന് ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങളാണ് അക്രമത്തിന് കാരണമെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഈ പ്രദീപ് കുമാറിനെ ഗുരുതരാവസ്ഥയിൽ SP ഫോർട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അടിവയറ്റിലും രണ്ട് കൈയിലും മാരകമായി കുത്തേറ്റിന് ഗുരുതരാവസ്ഥയിലാണ് എന്നാണ് പോലീസ് അറിയിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രദീപ് കുമാറിന്റെ ആരോഗ്യനില അല്പം ഗുരുതരമാണ്. ഈ പരസ്പരം ചില പ്രശ്നങ്ങൾ, ഇവർ അയൽവാസികളാണ്, പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. മാല പറിക്കാൻ ശ്രമിച്ചു എന്ന് ആരോപിച്ച് അത് തടഞ്ഞപ്പോൾ ആക്രമിച്ചു എന്നാണ് നിലവിൽ പരാതി നൽകിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.